വ്യൂവേഴ്സിന് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഇന്ത്യയെമ്പാടും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മൂന്നാമത്തെ മകനായി 1869 ഒക്ടോബർ 2 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധി ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഗാന്ധിജി. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജനങ്ങൾ അദ്ദേഹത്തെ ബാപ്പു, മഹാത്മാ എന്നും വിളിച്ചിരുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. ഒടുവിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി 1948 ജനുവരി 30 രക്തസാക്ഷിയാവുകയും ചെയ്തു. സത്യാഗ്രഹം എന്ന സമരമുറ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഗാന്ധിജിയാണ്. ആയുധം കയ്യിലെടുക്കാതെ സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചത്. ചെറുപ്പത്തിൽ തന്നെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വളരെയധികം വില കൽപ്പിച്ചിരുന്ന ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിൽ ആത്മകഥയും എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു സംഭവകഥ നമുക്ക് നോക്കാം. ഗാന്ധിജി പഠിച്ചിരുന്ന സ്കൂളിൽ പുറത്തു നിന്നുള്ള ഓഫീസർ പരിശോധനയ്ക്ക് വന്ന് 5 ഇംഗ്ലീഷ് വാക്കുകൾ എഴുതുവാൻ പറഞ്ഞു. 4 വാക്കുകൾ ശരിയായി എഴുതിയ ഗാന്ധിജി 5ാമത്തെ വാക്കായ കറ്റിൽ എഴുതുവാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് ടീച്ചർ അടുത്ത കുട്ടിയുടെ നോക്കി എഴുതുവാൻ ആംഗ്യം കാണിച്ചു. കോപ്പി അടിക്കുന്നത് സത്യത്തിന് നിരക്കാത്ത കാര്യമാണ് എന്ന് വിശ്വസിച്ച ഗാന്ധിജി 5ാം ക്ലാസ് ടീച്ചർ പറഞ്ഞത് അനുസരിച്ചില്ല. ഓഫീസർ പോയതിനു ശേഷം മറ്റു കുട്ടികളും അധ്യാപകരും കളിയാക്കിയെങ്കിലും താൻ ചെയ്തത് ശരിയാണെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു. കുട്ടികളായ നമ്മളും ഗാന്ധിജിയെ പോലെ സത്യസന്ധതയ്ക്ക് വില കൽപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. എപ്പോഴും സത്യം മാത്രം പറയുവാനും പ്രവർത്തിക്കുവാനും പഠിക്കണം. ശുചിത്വം ദൈവഭക്തിയോളം തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഗാന്ധിജി പഠിപ്പിച്ചത്. നമ്മുടെ ശരീരം എപ്പോഴും ശുചിയായി വയ്ക്കണമെന്നും റോഡിൽ തുപ്പരുത് എന്നും അദ്ദേഹം പഠിപ്പിച്ചു. ഈ കൊറോണ കാലത്ത് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. പുറത്തു പോയാൽ നമ്മുടെ കൈകാലുകൾ സോപ്പിട്ട് നന്നായി കഴുകിയിട്ട് മാത്രമേ വീട്ടിൽ പ്രവേശിക്കാവൂ. അതുപോലെ റോഡിൽ തുപ്പരുത് എന്ന് നാം ഒഴിവാക്കണം. അങ്ങനെ കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി ലളിത ജീവിതമാണ് നയിച്ചിരുന്നത്. അതുപോലെ വിദ്യാർത്ഥികളായ നമ്മളും ഗാന്ധിജിയെ പോലെ സത്യം പറഞ്ഞുകൊണ്ട്, ശുചിത്വം പാലിച്ചുകൊണ്ട്, ലളിത ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവാൻ ശ്രമിക്കാം. നന്ദി. ജയ് ഹിന്ദ്.